ഹായ് കൂട്ടുകാരി, അപ്പോൾ നമ്മൾ തൊഴുത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളുടെ 10K ഫാമിലിയിൽ നമ്മൾ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ പോത്ത് ജീവിതത്തിലാണ് നമ്മളുടെ വീഡിയോ തുടങ്ങിയത്. നമ്മുടെ പോത്തുകളാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ആദ്യത്തെ ആൾക്കാരെന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ പോകുമ്പോഴേക്കും അവർ നമുക്ക് മറ്റൊരു വരുമാനം കൂടി റെഡിയാക്കി തന്നിട്ട് പോകാം. ഇവർ പോകുന്നതിൽ നമുക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഇവരെ നമുക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല. പിന്നെ എത്രയായാലും നമ്മൾ കുറച്ചും കൂടെ ആയാലും ഇവരെ കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ശരി, എന്തായാലും നമ്മൾ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ അപ്പോൾ പറയുന്നത് ഒരു ബുധനാഴ്ചൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ. നമുക്ക് അഡ്വാൻസ് വരുമ്പോൾ പറഞ്ഞത് നമ്മൾ ബുധനാഴ്ച വന്നിട്ട് ഒരു കൊണ്ടുപോകണം. ഞാൻ സത്യം പറഞ്ഞ് ഇരുമനുസരിച്ച് ഞാൻ നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് കൊടുത്തില്ലെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അഥവാ ഒരു ബുധനാഴ്ച വന്നില്ലെങ്കിൽ 100% ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട് തരില്ല എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് അത് കൊടുത്ത് വ്യത്യാസം തന്നെ കൊണ്ടുപോകണേ കുഴപ്പമില്ല. ഇത്രയും ലാഗ് അടിച്ചിട്ടല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ ബുധനാഴ്ച വരെ ഒന്ന് വരണ്ടെന്നാണ് എൻ്റെ ആഗ്രഹം. വീണ്ടും വരെ നിർത്തുക എന്നുള്ളതാണ്. ബാക്കി ദൈവത്തിൻ്റെ പേര്. അത് വന്നാൽ കൊടുക്കും, ഇല്ലെങ്കിൽ അവർ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്താ യോഗമെന്ന് നമുക്ക് കാണാമല്ലേ. ഇതാ നമ്മുടെ കുഞ്ഞു നിൽക്കണുണ്ട്. കുഞ്ഞു എന്ത് നോക്കിയിട്ടാണ് നിൽക്കണത്. ഇതാ പുക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിറയെ നമ്മളിന്ന് ഒരു 150 തേങ്ങയോളം പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ തേങ്ങൻ്റെ തൊലിയാണിത്. ഇടങ്ങി തീ വെക്കണം. അത് നമുക്ക് നാളെ വെക്കാം കേട്ടോ. അപ്പോൾ അവർ ഓരോരുത്തർക്കും വൈക്കോലിട്ട് കൊടുക്കണം കേട്ടോ. കണ്ട പുകഞ്ഞിട്ട് ഇവരെയൊക്കെ പുകമയത്തിലാണ് കാണുന്നത്. കൊതുക് വരാണ്ടിരിക്കാൻ പുകച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മുടെ അമ്മു വൈക്കോല് കഴിക്കുന്നുണ്ട്. കുഞ്ഞുവിനിട്ട് കൊടുത്തിട്ടില്ല. കുഞ്ഞിനിട്ട് കൊടുക്കും. കണ്ട വെള്ളം വെച്ചതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കിടക്കാൻ പോണതിൻ്റെ ഉള്ളിലും ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ തൊഴുത്തൊക്കെ കണ്ട ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പുകയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോത്ത് ജീവിതവും പശു ജീവിതവും ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണണം. നിങ്ങളെന്ന സപ്പോർട്ടാണ് ഇന്ന് നമ്മൾ ഒരു 10K ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഒരു 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്കൊരു 1000 വാച്ച് അവറിലേക്കുള്ള ദൂരമുണ്ട്. അതും വഴിയെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോസ് സ്ഥിരം കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമ്മളെങ്ങനെയാണോ പശുവിനെയും പോത്തിനെയൊക്കെ നോക്കുന്നത് ഒരു നാച്ചുറലി അതേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ പകർത്തുന്നത്. വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. ഒരുപാട് പേര് നമ്മളെ കളിയാക്കാനും ചിരിക്കാനും നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് തളർച്ചയിൽ നിൽക്കുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് അപ്പൂനും ഞാനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ടും നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴും ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. M.Com വരെ പഠിച്ചു, അതുപോലെ തന്നെ നിങ്ങൾ ഈ പഠിച്ചിട്ട് എന്തിനാണ് പണിക്ക് പോകാണ്ട് എങ്ങനെയൊക്കെ വീഡിയോസ് ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളറിയാണ്ടേ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. കൂടെ നിന്നവരുണ്ട്, കുരിങ്കാലി വെട്ടിയവരുണ്ട്. രണ്ടുപേരെടുത്ത് നന്ദി മാത്രമേ ഉള്ളൂ. എന്തിനാണെന്നറിയാം, കൂടെ നിന്നവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് കൂടെ നിന്ന് കുരിങ്കാലി വെട്ടിയവർക്ക് എന്തിനാണെന്നറിയാം, നമുക്കൊരു വാശിയില്ലേ. സത്യം പറഞ്ഞാൽ അവരോടൊക്കെയുള്ള വാശിയാണ് അവരുടെ മുമ്പിൽ നമുക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ളത്. അതിനാണ് അവരോട് കുരിങ്കാലി വെട്ടിയവരോട് താങ്ക്സ്. നമ്മൾ ഒരുപാട് വീഴ്ചകളിൽ പെട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ടുള്ളൂ. അപ്പൂനും ഞാനും മാത്രമേ നിന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ പശു വാങ്ങിക്കുമ്പോഴും പോത്ത് വാങ്ങുമ്പോഴും ഒരുപാട് പേര് നമുക്ക് ചുറ്റും കളിയാക്കാനും ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതാണ് ഒരു വരുമാന മാർഗ്ഗം, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പല രീതിയിലും പശുവിൻ്റെ ചാണകം വരിയിട്ടും പോത്തിൻ്റെ ചാണകം വരിയിട്ടും നമ്മൾ കളിയാക്കാനും ട്രോളാനും നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അതൊന്നും വകവെച്ചിട്ടില്ല. നമ്മളുടെ ഇഷ്ടം എന്താണോ, നമ്മളുടെ പാഷൻ എന്താണോ, ആര് കളിയാക്കിയാലും ആര് നമ്മളെ പുച്ഛിച്ചാലും നമ്മളത് ചെയ്യുക, അത്ര മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോഴും അത് തന്നെയാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ വെറുതെ ഒരു കാട്ടിക്കൂട്ടിന് വേണ്ടിയിട്ടില്ല. നമ്മൾ ശരിക്കും ഞാനിത് ആസ്വദിച്ച് ചെയ്യും. ഇത് ഇനിയും ഡെവലപ്പ് ആക്കണം എന്നുള്ളതാണ് എൻ്റെ ശരിക്കുള്ള ആഗ്രഹം. കാരണം എന്താണ്, ഇപ്പോൾ പശുവാണെങ്കിലും അത് നന്നായിട്ട് കൂടുതലായിട്ട് ചെയ്ത് നല്ല വലിയതായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വെറുതെ ഒരു എന്തെങ്കിലും കാണിക്കുക എന്നുള്ളൊരു വശക്കത്തിന് വേണ്ടിയിട്ടില്ല. പിന്നെ കളിയാക്കാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട്. എൻ്റെ സത്യം പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് നമ്മളെ കളിയാക്കാനും പുച്ഛിക്കും ഒക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെ മുമ്പിൽ ഒരാഗ്രഹമേ ഉള്ളൂ, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ആ കളിയാക്കുന്നതിന് മുമ്പിൽ നല്ല രീതിക്ക് അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അല്ലാതെ അങ്ങനെ അത്രയേ ഉള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ അതിൻ്റെയൊക്കെ ഇടയിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് മാത്രം. അല്ലാതെ നമുക്ക് വേറൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ 10K ആയി സബ്സ്ക്രൈബേഴ്സ്. പിന്നെ അതുപോലെ ഇപ്പോൾ 3000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തു.
ഇനിയിപ്പോൾ ഒരു 1000 കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കെൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊന്നും നല്ല സപ്പോർട്ട് ചെയ്ത് ഞാൻ ആരാ എന്താന്ന് പോലും ഞങ്ങൾ ആരാ എന്താന്ന് പോലും അറിയാത്ത നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരാണ് നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്ത്. എന്തിനാണ് നമ്മുടെ പശുവിനൊന്നും വയ്യാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പോത്തിനൊന്നും വയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നിട്ടുള്ളൂ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടടക്കം നിന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോസ് തുടർന്ന് കിട്ടുന്നത്. എന്താ പറയുക, ഫാമിലി എന്നുള്ള സപ്പോർട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് പുറത്തുനിന്ന് നമ്മൾ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ. ഇപ്പോഴും ഞാനൊരു കാര്യം പറയാമല്ലോ, ഇപ്പോഴും നമ്മളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ രണ്ടാളും ജോബിന് പോകും, നിങ്ങൾ ജോലിക്ക് പോയി ജീവിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ അറിയാനിട്ടോ അല്ലെങ്കിൽ ഞാൻ പഠിത്തം കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ മോനാകെ 2 വയസ്സായിട്ടുള്ളൂ. അവനൊരു pre-KG പോകാൻ തുടങ്ങുമ്പോൾ നമ്മളും ഒരു വർക്കിന് പോകും. പക്ഷേ ഇപ്പം ഇത് നമ്മുടെ പാഷനാണ്. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ, ഇതിൻ്റെ കിട്ടുന്ന എനിക്കൊരു ഫീൽ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറൊരു വർക്കിന് കിട്ടില്ല. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് എന്താണോ ഇഷ്ടം അത് ഞങ്ങൾ രണ്ടാളും ഒരേപോലെ ഒരു മനസ്സോട് കൂടി ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞങ്ങൾ വിചാരിച്ചൊരു തോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂത്തിനെ വാങ്ങിച്ചു. ഇത് നമ്മൾ യൂട്യൂബ് വരുമാനമാക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു കാര്യമല്ല. ഒരു കമന്റിൽ ഒരിക്കൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ വാങ്ങിച്ചു. ഞങ്ങൾ അതിന് മുമ്പ് തന്നെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ വേറെ എന്തൊക്കെയോ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോസൊക്കെ ഞാൻ പൂത്തിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ ഞാൻ കളഞ്ഞു വിട്ടാം. കാരണം നമുക്കതിൽ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എന്താണോ നാച്ചുറലി ഇപ്പോൾ നമ്മളെന്താണോ അത് നിങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ പോത്തിൻ്റെ പുറകെ ഓടുന്നത്, അവരെ നോക്കുന്നത്, അതൊക്കെ നമ്മൾ നാച്ചുറലി ചെയ്യുന്നതാണ്. അതിലൊന്നും നമ്മൾ അഡീഷണലി മസാലയൊന്നും ചേർക്കുന്നില്ല. അത് അതേപോലെ നമ്മൾ വീഡിയോ എടുക്കുന്നു, നിങ്ങൾക്ക് മുമ്പിൽ അത് പോസ്റ്റ് ചെയ്യുന്നു. അതിൽ വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്കറിയുന്ന രീതിയിൽ ഇൻഷോട്ടിലിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് മസ്റ്റായിട്ടും വേണം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ കൈകടേൻ്റെ പറഞ്ഞപ്പോൾ ഇത്രയും കൈകടേൻ്റെ ഞാൻ കുറേ നേരം ഞാൻ പിടിച്ചു വന്നിട്ട് കുഞ്ഞിനെ പോലെ അല്ല ഞാൻ കുറേ നേരം വീഡിയോ എടുത്തിട്ട് ഷോൾഡർ നമ്മളെ തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. സത്യമായി നിങ്ങളുടെ സപ്പോർട്ടാണ്. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാം. നല്ല രീതിയിലുള്ള എന്ത് കമൻസ് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയില്ല, എത്ര നമ്മൾ നല്ല വീഡിയോസ് ഇട്ടാലും എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് പറയാൻ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ അവരെയൊന്നും നോക്കുന്നില്ല. ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ ഈ 3000 വാച്ച് അവർ പറഞ്ഞാൽ നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ടല്ല, നമ്മൾ വീഡിയോ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ആ വാച്ച് അവർ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ.